എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ജാപ്പനീസ് ഒരു ലേഡിയുടെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾ പറയുന്നത് വലിയ ബജറ്റും അങ്ങനത്തെ വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരവരുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് അവരുടെ വീട്ടിലെ ചിലവുകളൊക്കെ കുറയ്ക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എനിക്കും നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരണമല്ലോ. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചിന്ന റിക്വസ്റ്റ്, നിങ്ങൾ ലൈക്ക് അടിക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു കമൻറ്റും കൂടെ അങ്ങ് ഇടുന്നേ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അതിലവർ ഏറ്റവും മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ മീൽ പ്രെപ്പാണ്. അവർ ഒരാഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവർ ഉണ്ടാക്കി അവർ ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഇതെന്താ വെച്ചാലുണ്ടല്ലോ, ഞാനൊക്കെ ഉണ്ടല്ലോ ബജറ്റൊക്കെ പ്ലാൻ ചെയ്ത് അതൊക്കെ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവ് സത്യസന്ധമായിട്ട് വന്നുകൊണ്ടിരുന്നത് വെളിയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനായിരുന്നു. ഈ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി കഴിയുമ്പോൾ നമ്മൾക്കൊരു ആയകൊഞ്ഞമായി മട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾക്ക് മടി വരുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്താ ഞങ്ങൾക്ക് ഒരു പ്രശ്നം, പറ്റുന്നതല്ല പറ്റിയിരുന്നത് ഇപ്പം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടല്ലോ, ഒരു ദിവസം പോലും ഒരു ചെറിയ മൂഡ് ഔട്ട് ആണെങ്കിൽ പോലും അപ്പോഴേ പറയും ഞാൻ ഓക്കെ പുറത്തുനിന്ന് മേടിക്കാം, എൻ്റെ കിട്ടുവാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ പൈസ പോകുന്നതാണ്, പൈസയുമല്ല ആരോഗ്യവും. അപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ, എനിക്കൊക്കെ അങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു അഡിക്ഷൻ പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ പുറത്തുനിന്നുള്ള ഭക്ഷണം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ആ പുറത്തുനിന്നുള്ള ഭക്ഷണം, അതായത് എനിക്കങ്ങനെ മടി വരുന്നത് ഭക്ഷണം കഴിക്കണമല്ലോ, അപ്പോൾ മടിയാണ്, നോക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കുന്നത്. ഇവർക്ക് അവധി കിട്ടുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക, നല്ല ചൊടിച്ചൊടിയിന്നിരിക്കുന്ന ഒരു ദിവസം ഇവർ ഒരാഴ്ചയിലോട്ടേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവർ ഉണ്ടാക്കിയിട്ട് അങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പം മടിയാണെന്നുണ്ടെങ്കിലും വിശന്ന് കഴിഞ്ഞാൽ അതൊന്നും എടുത്തിട്ട് ഒന്ന് അവൻ ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയോ മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൻ്റെ പൈസ ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുന്ന പൈസയിൽ കുറേ പൈസ നമുക്ക് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പറ്റും. പിന്നെ അവരുടെ വേറൊരു ഇതാണ് മൊട്ടയിന്, അതായത് അവരവരുടെ കയ്യിലുള്ള വസ്തുക്കളാണ് മാക്സിമം അവർ അതിൽ യൂസ് ആക്കുന്നത്, ആ ലേഡിയൊക്കെ. ഇപ്പം നമ്മൾ ഒരുപാട് വ്ളോഗുകളിലും ഇതിലൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ പോലും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ, തറ തുടയ്ക്കാൻ, അതിനെല്ലാത്തിനും നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ടവൽസും കർച്ചീസും ഒക്കെ മേടിക്കുക ചെയ്യുന്നത്. അതിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നാട്ടിൽ പണ്ടൊക്കെ അങ്ങനെ, ഇപ്പോഴും സ്റ്റിൽ നാട്ടിൽ അങ്ങനെ ഒരുപാട് പേര് യൂസ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും ഇവിടെ ചില സമയത്തൊക്കെ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴകി നമ്മൾക്ക് പാകമാവാത്ത നമ്മളെ ഡ്രസ്സുകൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കീറിയിട്ട് നമുക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവരിങ്ങനെ തുടയ്ക്കാനും കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും തൂക്കാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു മാക്സിമം അവർ യൂസ് ആക്കിയിട്ടാണ് വേറെ, ഇപ്പം ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ്, അതായത് ഏതെങ്കിലും ഒരു സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് അവരത് വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഇന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഓരോരോ സാധനങ്ങൾ കണ്ടിട്ട്, ഞാനടക്കം അങ്ങനെ തന്നെയാണ്, നമ്മൾക്ക് എല്ലാം പുതിയത് മേടിക്കണം, കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ പോലും ആണെങ്കിലും നല്ല ഭംഗിയുള്ള ടവൽസ് വേണം എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ അറിയാതെ തന്നെ ഈ റീൽസ് ഇതൊക്കെ കണ്ട് നമ്മുടെ തലയിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചിലവ് കൂട്ടുന്ന ഒരു സംഗതി തന്നെയാണ്. ഞാനിടയ്ക്ക് ഇപ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ചിലപ്പം പഴയ അച്ചാറിൻ്റെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ റീലൊക്കെ കണ്ട് ഓക്കെ അച്ചാറിൻ്റെ കുപ്പിയിൽ ഇട്ട് വെച്ചാൽ ഭംഗിയില്ല. അല്ലാതെ പക്ഷം കടയിൽ പോയിട്ട് നല്ല ഡിസൈനുള്ള ജാറ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ആ മറ്റേ അച്ചാറിൻ്റെ കുപ്പിയിൽ ഇട്ടാലും സാധനം അതിനുള്ളിൽ കിടക്കുകയും ചെയ്യും, അത് ചില്ലുകുപ്പിയാണ്, വേറൊരു ജാറ് മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അറിയാതെ ഇങ്ങനെ ഓരോരോ ഇതൊക്കെ കണ്ട് നമ്മുടെ ഇതിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം.
പിന്നെ എൻ്റെ ഏട്ടൻ എപ്പോഴും ചീത്ത പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമുണ്ടല്ലോ 50% ഓഫ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറി ഓരോന്ന് മേടിക്കാൻ തുടങ്ങും. അപ്പം എൻ്റെ ഏട്ടൻ പറയും, നിനക്കെന്നല്ല അതിൽ നമ്മൾ പെണ്ണുങ്ങളെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ, ഉള്ള ഒരു വലിയൊരു ഇതാണ് ഇങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പോയി മേടിക്കും. ഓഫർ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ അതിൻ്റെ പൈസ അവരെടുത്തിട്ടാണ് ആ ഒരു എമൗണ്ട് ഇടുന്നത്, അല്ലാതെ അവർക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്. സത്യമാണ്, നമ്മളിങ്ങനെ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറയുമ്പോഴും ഓടിച്ചാടി പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും നമ്മൾ മേടിക്കും. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഡിസ്കൗണ്ട് ഒക്കെ വരുമ്പോൾ സാധനങ്ങൾ മേടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ഓഫർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം തൽക്കാലം ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചാടിക്കയറി നമ്മൾ മേടിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ലേഡി പറയുന്നത്, അവർ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിക്കോട്ടെ, ഒരു കടയിൽ പോയിക്കോട്ടെ, ഒരു സാധനം കാണുമ്പോൾ അവർക്ക് മനസ്സിൽ അത് മേടിക്കാൻ തോന്നിയാലും അവരൊരു 3-4 വട്ടം അവരിങ്ങനെ തിരിച്ചു മറിച്ച് അവർ ആലോചിക്കും, ഈ ഒരു സാധനം ശരിക്കും ഇപ്പം എനിക്ക് ആവശ്യമുണ്ടോ, ഇത് വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞ് എനിക്ക് ഇത് യൂസ് ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് അവരൊരു സാധനം മേടിക്കുള്ളൂ. നമ്മൾ ഈ പറയണ പോലെ സോഷ്യൽ മീഡിയയും അതും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായി മാറിയിട്ടുണ്ട് അല്ലേ. പിന്നെ അതിൽ ആ ലേഡി ഉണ്ടല്ലോ ക്ലീനിങ് സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുന്നത് DAV ആയിട്ടുള്ളതാണ്. ബേക്കിംഗ് സോഡ, അതുപോലെ ലെമൺ, പിന്നെ അവരുടെ വേറെ എന്തോ സാധനം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷനാണ് ആൾ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ അതിന് മടിയാണ് അല്ലേ, ഞാനടക്കം മടിയാണ്. നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു, എളുപ്പപ്പണിക്ക് അത് വെച്ചിട്ട് അങ്ങ് സൊല്യൂഷൻ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാനും നമ്മൾക്ക് ഇങ്ങനത്തെ വിലപിടിപ്പ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട സൊല്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഉള്ളൂ. പക്ഷെ എന്താണെന്നറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഞാൻ നന്നാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിങ്ങളും നന്നാവാൻ ശ്രമിക്കുക. നമുക്ക് സിമ്പിളായിട്ട് ബേക്കിംഗ് സോഡ, കുറച്ച് നാരങ്ങയുടെ നീരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ തറയൊക്കെ നല്ലപോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കും ബേക്കിംഗ് സോഡയൊക്കെ ഈ ചെളി അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. പിന്നെ പാർട്ട്നേഴ്സുമായിട്ട് വരവ് ചെലവ് കണക്കുകൾ അങ്ങ് ഡിസ്കസ് ചെയ്യുക. ഒരുപാട് വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ TV-യിലും ഈ ഓരോ ഷോർട്ട് ഫിലിംസിലൊക്കെ കാണാറുണ്ട്. അവിടെ ഒരു അച്ഛനായിരിക്കും, എന്താ പറയുക, അച്ഛന് ചിലപ്പം പൈസ കുറവുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാരായിട്ട് ഭാര്യയായിട്ട് ഡിസ്കസ് ചെയ്യാതെ ഇങ്ങനെ സ്വയം ഉരുകി ഇതാവുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഭാര്യയുടെ വരവ് ചെലവുകളായിക്കോട്ടെ, ഭർത്താവിൻ്റെ വരവ് ചെലവുകളായിക്കോട്ടെ, നമ്മൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയാണെന്നുള്ളത് കറക്റ്റ് അറിയണം. പൈസ നമ്മൾ 1 രൂപ വാങ്ങിക്കുന്നതായിക്കോട്ടെ കൊടുക്കുന്നതായിക്കോട്ടെ എല്ലാം പരസ്പരം നമ്മൾക്ക് അറിയുന്നുണ്ടെങ്കിൽ 2 പേർക്കും ഒരു ബോധ്യം ഉണ്ടായിരിക്കും. നമ്മളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇതാണ്, നമ്മൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു ക്ലിയർ ധാരണ 2 കൂട്ടർക്കും ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയണില്ല, ഭാര്യ ഭർത്താവിനോട് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മിസ്കമ്മ്യൂണിക്കേഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ടാവും. അതേസമയം ഞാൻ ഇത്ര കടം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന പൈസ ഇന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ടെങ്കിൽ അവിടെ അടിപൊളിയാണ്. നമ്മൾക്കപ്പോൾ എന്താ പറയുക, എല്ലാം അറിഞ്ഞ് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ആവശ്യമില്ലാത്ത ചിലവുകളൊക്കെ നമ്മൾ കുറയ്ക്കും. ചിലപ്പോൾ ഈ ഭർത്താവ് നമ്മളോട് ഇതൊന്നും പറയാണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ധാരണ അവർക്ക് പൈസ ഉണ്ടെന്നായിരിക്കും. ചിലപ്പോൾ അത്രയൊന്നും കാണില്ല. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വരവ് ചെലവ് കണക്കുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.